ഹലോ നമസ്കാരം. ഇപ്പം മണി 3 മണിയായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി വിഭാഗത്തിലെ വാർഡിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ സർജറി വിഭാഗത്തിൽ കണ്ട സമയത്ത് കുടലിന് ചുരുക്കമായിട്ട് പിന്നെ അവിടെ ഒരു ഇൻഫ്ലമേഷനായിട്ട് കിടക്കുക. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം ഇവിടുത്തെ സർജൻ പറഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെന്തുവാ, ആ സമയത്ത് എന്നെ നോക്കാൻ ആരുമില്ല. എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. പിന്നുള്ളത് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പൊടിക്കുഞ്ഞുണ്ട്. അതിനെ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് വന്നേ. ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും, അമ്മയ്ക്ക് വയ്യാത്ത ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നെ അവരുടെ അച്ഛനും വയ്യാത്ത, വേറെ ആരും എന്നെ നോക്കാനില്ല. അപ്പം എന്നെ നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ അടൂര്, പത്തനംതിട്ട ജില്ല അടൂര് കുരിക്കാട്ടെന്ന സ്ഥലത്തുനിന്ന് വരുന്നതാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇവിടെ വന്ന് സർജനെ കണ്ടു, ഗ്യാസ്ട്രോയെ കണ്ടു, കൊളോണോസ്കോപ്പി ചെയ്തു, എൻഡോസ്കോപ്പി, പിന്നെ CT സ്കാൻ എടുത്തു. അതിനകത്തെല്ലാം കുടൽ നല്ലതായിട്ട് ചുരുങ്ങി പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെ ഞങ്ങൾ 3-ാം തീയതി വന്ന് അഡ്മിറ്റ് ആയതാണ്. അപ്പം ഇവിടെ വന്ന് തിരക്കിയതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും സെക്യൂരിറ്റിമാർ വന്ന് ചോദിച്ചതാണ് ഇതാരാണെന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ്. അപ്പം അവർ വിശ്വസിക്കാതെ സിസ്റ്റർമാർ എൻ്റെ ഹസ്ബൻഡ് അല്ലെന്നുള്ള രീതിയിൽ, പിന്നെ ഇവിടെ വേറൊരു പന്ന രീതിയിലുള്ള വർത്തമാനം സംസാരിക്കുന്ന 3 സിസ്റ്റർമാരുണ്ട്. ഇത് കണ്ടോ, എൻ്റെ ഹസ്ബൻഡാണ് ഇത്. എന്നെ നോക്കാൻ വേറെ ആരുമില്ല. എന്നെ അറിയാവുന്നവരും, എൻ്റെ ജില്ല പത്തനംതിട്ട അടൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എന്നെ നോക്കാൻ ആരുമില്ല. എന്നെ നോക്കാൻ വേറെ ആരുമില്ല. എൻ്റെ അമ്മയും അച്ഛനും കുഞ്ഞിലേ മരിച്ചു പോയതോ. ഈ സിസ്റ്റർമാർ 3 പേരും ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന സമയത്ത് വൃത്തികെട്ട രീതിയിലുള്ള സംസാരിച്ചിട്ട്, കാരണം ഞാൻ ഈ ബെഡിൽ കിടക്കുമ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കെട്ടിപ്പിടിച്ചുകൊണ്ടോ അതൊന്നും അല്ല കിടക്കുന്നത്. കാരണം എനിക്ക് അതേപോലെ വയറുവേദനയായിട്ട് ഞാനിവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പം വൃത്തികെട്ട രീതിയിലുള്ള സംസാരമാണ് ആ സിസ്റ്റർമാർ സംസാരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എന്ത് തെളിവ് വേണം കാണിക്കാൻ. കാരണം ഇതെൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ കൂടെ അല്ലാതെ, അയാളല്ലാതെ വേറെ ആര് നോക്കാനാ? 6 വയസ്സുള്ള ഒരു പൊടിക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പം ഈ സിസ്റ്റർമാർ 3 പേരും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച്, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽപ്പെട്ട 3 സിസ്റ്റർമാരാണ് ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിൽ നിന്ന് സംസാരിച്ചത്. നടന്നു വരുന്ന സിസ്റ്ററുണ്ട്, ആ പ്രായം ചെന്ന് അവരാ ഇത് ആദ്യം എന്നെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും ഒന്നുമില്ല. എന്നെ നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ പിന്നെ വേറെ ആരും വന്ന് എന്നെ നോക്കണം. നടന്നു വരുന്ന ഈ പ്രായം ചെന്ന സിസ്റ്റർ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വാക്ക് കേട്ടോ, ഈ ഒരു സഹോദരിയുടെ വാക്ക് കേട്ടോ. ഇന്ന് ഡേറ്റ് 6-ാം തീയതിയാണ്, നവംബർ 6-ാം തീയതി. ഇന്ന് വെളുപ്പാങ്കാലത്തുണ്ടായ സംഭവമാണ് ഈ ഒരു സഹോദരി പറയുന്നത്. ഇനി പാവപ്പെട്ടിച്ച് ഒരു സാധാരണക്കാർ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം, ഭാര്യയും ഭർത്താവും അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ ഒരു 2-3 സിസ്റ്റർമാർ കാണിച്ച തോന്നിവാസം, പറഞ്ഞിരിക്കുന്ന തോന്നിവാസം സാധാരണക്കാരൻ്റെ തോളെ കയറാന്നുള്ള ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഈ സഹോദരിക്കുണ്ടായ ഈ ഒരു ദുരനുഭവം
അനുഭവം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തീർത്തും ഒരുപാട് വേദന തോന്നി. കാരണം വെച്ചാൽ പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതലും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. കാശുള്ളവൻ അവിടെ വരേണ്ട കാര്യമില്ല. അതിന് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ നല്ല കെയറിങ്ങും കിട്ടുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകും. പക്ഷേ സാധാരണക്കാരനാണ് അവിടെ വരുന്നത്. നമ്മുടെ എല്ലാം നികുതി പണം എടുത്താണ് ഇവളുമാരെ പോലുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നതെന്ന കാര്യം ഇവളുമാർ മറന്നു പോകരുത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട പിന്നെ അധികാരികളിലേക്ക്, ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രികളിലേക്കും അതിന്റെ ഉദ്യോഗസ്ഥരിലേക്ക് ഈ ഒരു വീഡിയോ എത്തണം. കാരണം സാധാരണക്കാരൻ വന്നു കയറുന്ന ഒരു പിന്നെ സ്ഥാപനമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് കാണിക്കുന്നതാണ് ഈ ഒരു രീതി. ഇതുപോലെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആരും തുറന്ന് പറയാതെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ചിലപ്പോൾ പറഞ്ഞു. വെളുപ്പാങ്കാലം 3 മണിക്കാണ് ഈ ഒരു സഹോദരി ഒരു വീഡിയോ ചെയ്യുന്നത്. വെളുപ്പാങ്കാലത്ത് അന്നേരം അത്രയ്ക്കും അത്രയ്ക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വേറെ ആരോട് പറയാനാ? എവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനാ? ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു കാര്യം നടക്കത്തില്ല. ഇത് പൊതുസമൂഹം അറിയണം. അതിനുവേണ്ടിയാണ് അവർ ചെയ്തത്. അവർ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 1-2 പേര് രാവിലെ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്തു. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ. നമുക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്തു. ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇത് ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് എത്തിക്കണം. ഇതുപോലെ അനുഭവങ്ങളും പല രീതിയിൽ നേഴ്സുമാരുടെ ഭാഗത്തുനിന്നും അറ്റൻഡർമാരുടെ ഭാഗത്തുനിന്നും ഒക്കെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ആൾക്കാർ ഒരു ശതമാനം ആൾക്കാർ ഇത് പുറത്ത് പറയത്തില്ല. പുറത്ത് പറയുന്നവരെ വേറൊരു രീതിയിൽ അടിച്ചാക്ഷേപിക്കല കുറ്റക്കാരാക്കും. ഈ കൂടെ നിൽക്കുന്നവർ പോലും അവിടെ ഉള്ളവർ പോലും ആരും കൂടെ നിൽക്കത്തില്ലെന്നേ. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇത് അറിയണം. ഇവരുടെയൊക്കെ ഈ സ്വഭാവം, ധാർഷ്ട്യം. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വന്ന് പാവം പിടിച്ച് നെഞ്ചത്ത് കയറുന്ന രോഗികളുടെ നെഞ്ചത്തല്ല കയറ്റേണ്ടത്. ഇവളുമാരെ പോലുള്ള ധാർഷ്ട്യം അല്ലെങ്കിൽ ഇതുപോലുള്ള നേഴ്സുമാരുടെ ധാർഷ്ട്യം, ഇതുപോലുള്ള അനുഭവം നിർത്തണം. ഇനി ഉണ്ടാകരുത്, ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാക്സിമം എല്ലാം ഷെയർ ചെയ്യണം. ഈ ഒരു പെൺകുട്ടിയുടെ ഉണ്ടായ ഒരു അനുഭവം എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ.